ഹായ് ഗായ്സ്, ഫീൽഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഫീൽഡ് ഔട്ടായ മാധവേട്ടൻ്റെ ചിത്രമായ കുമ്മാട്ടിക്കളി അഥവാ കോമാളിക്കളിയാണ് നമ്മൾ ഇന്നിവിടെ റോസ്റ്റ് ചെയ്യുന്നത്. അളിഞ്ഞ ജോസ് പെരേരയ്ക്ക് എതിരാളിയായിരുന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ് ഗായ്സ്. ഇതിൻ്റെ സംവിധാനം, കഥ, തിരക്കഥ, സംഭാഷണം എഴുതിയിരിക്കുന്നത് RK വിൻസെന്റ് സെൽവ. ഇദ്ദേഹം തന്നെയാണോ മുത്തച്ചിപ്പയുടെ ഉപജ്ഞാതാവ് എന്ന് മിട്ടുവിന് നല്ല ഡൗട്ടുണ്ട്. കഥ തുടങ്ങുമ്പോൾ തന്നെ നാട്ടിലെ പീക്കിരി പിള്ളേരുമായി കളിച്ച് തോറ്റ് തൊപ്പിയിട്ട് നടക്കുന്ന നമ്മുടെ മാധവേട്ടൻ ടീം വയ്യാത്ത ഇന്ദ്ര അമ്മച്ചിയെ പണിക്ക് വിട്ടാണ് ജീവിക്കുന്നത്. മാധവേട്ടന് ആ നാട്ടിൽ തന്നെ ഒരു കാമുകയുണ്ട്. പക്ഷേ അവളോടുള്ള ഈ പ്രണയം അവൾക്കൊഴിച്ച് നാട്ടിലെല്ലാവർക്കും അറിയാം. അതും പോരാഞ്ഞിട്ട് ആ പെൺകുട്ടിയെ പറ്റി അവൾ പോലും അറിയാതെ വിടലത്തരം പറഞ്ഞുണ്ടാക്കുന്നതാണ് മാധവേട്ടന്റെ ഹോബി. ചുരുക്കി പറഞ്ഞാൽ ഈ നല്ലവനായ ഉണ്ണി ഒരു ഞരമ്പനാണ് ഗൈസ്. പിന്നെ ഈ നാട്ടിൽ തന്നെ മാന്യനായ ഒരു ഗുണ്ടയുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തും വളരെ മാന്യനായ മറ്റൊരു ഗുണ്ടയാണ്. അങ്ങനെ ഈ ഗുണ്ടകളെല്ലാം നാട്ടിൽ വളരെ സമാധാനപരമായി ഗുണ്ടായിസം കളിച്ച് നടക്കുന്ന അവസരത്തിൽ നമ്മുടെ മാധവേട്ടന്റെ വിടലത്തരം വിശ്വസിച്ച ഫ്രണ്ട്സ് അദ്ദേഹത്തിന് വേണ്ടി ആ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തിയ പെൺകുട്ടി മാധവേട്ടനോട് ചോദിച്ചു, ഇതാണോ സംസ്കാരം? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? ഇതിൽ മനനന്ദ മാധവേട്ടൻ ടീം നാട്ടിലൊരു റെസ്റ്റോറന്റ് തുടങ്ങുന്നു, കുമ്മാട്ടി. പിന്നെ അവിടെ നടന്ന കോമാളിക്കളിയുടെ പേരാണ് കുമ്മാട്ടിക്കളി. അങ്ങനെ മാരിറ്റിൽ നിന്ന് വരെ ടൈപ്പായി ബിസിനസ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ കഥയിലെ നല്ലവനായ കുണ്ടിയുടെ നല്ലവനായ ഫ്രണ്ട് അവിടെ വന്നങ്ങ് മുള്ളി നാട്ടിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ മാധവേട്ടനങ്ങ് കലിപ്പാവും. അദ്ദേഹം ഓടി വന്ന് ഈ നല്ലവനായ കുണ്ടിയുടെ നല്ലവനായ ഫ്രണ്ടിന്റെ മുണ്ടങ്ങ് ഒരിയും ഗൈസ്. ഇത് സഹിക്കാനാവാതെ നമ്മുടെ നിഷ്കളങ്കനായ സുഹൃത്ത് ഒരു വലിയ ട്രോമ സംഭവിക്കും ഗൈസ്. ഇങ്ങനെ അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നതാണ് കഥ. ഇതറിഞ്ഞ നമ്മുടെ മാർക്ക് ആന്റണി മാധവേട്ടൻ ടീമിനെ കിഡ്നാപ്പ് ചെയ്യും. ഇനിയാണ് മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. നമ്മുടെ ഇന്ദ്രാമ അവർ ഒരു സാധാരണക്കാരിയല്ല ഗായ്സ്. അവർ സഖാവ് നാരായണന്റെ മകളാണ്. Cyber Intelligence Wing and the commanding officer, Major Dilip the Ghost. He was known to be a... ലാസ്റ്റ് ഫുൾ പിന്നെ അടിയോടടിയാണ് ഗൈസ്. മാധവേട്ടൻ ടീം നമ്മുടെ നല്ലവനായ ഗുണ്ടി അങ്ങ് അടിച്ചു റൊട്ടിയാക്കും. പിന്നെയാണ് നാട്ടിലെ ഗുണ്ടകളെ മുഴുവൻ രോമാഞ്ചക്കുഞ്ചിത കലുഷിതമാക്കുന്ന ആ ഡയലോഗ്. അപ്പൊ മിട്ടുവിന് മാധവേട്ടനോട് പറയാനുള്ളത്, ഒരു പക്ഷേ ഭാവിയിൽ നിങ്ങളെ തേടി നല്ല നല്ല സ്ക്രിപ്റ്റുകൾ എത്തിയേക്കാം. ചിലപ്പോൾ ഡിക്കിന് ലഭിക്കുന്നത് പോലെ നാട് വിട്ടു പോകുന്നതോ മറ്റോ ആയ സ്ക്രിപ്റ്റ് ലഭിച്ചാൽ അതും കൊണ്ട് നാട് വിട്ടങ്ങ് പോയേക്കണം. അപ്പോൾ ബൈ.